നമ്മളുടെ ക്വാളിറ്റിയും നമ്മളുടെ വർക്കിംഗ് പാറ്റേണും നമ്മളുടെ ഫേർണിച്ചറിൻ്റെ ഡിസൈനും അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ കൊടുക്കുന്ന മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ആണെങ്കിലും എല്ലാം നമുക്ക് നമ്മുടെ യുണീക്ക് വേ ഉണ്ട്. നമ്മൾ ഡെയിലി നമ്മൾ ചിലപ്പോൾ മാജിക്കുകൾ കാണാം. കാർപ്പൻട്രിയിൽ വരുമ്പോൾ മെയിൻ ജോയിനറിയാണ് അതിൻ്റെ സ്ട്രെങ്ത്ത്. ഒരു ഫേർണിച്ചറിൻ്റെ ജോയിനറിയിലെ അതിൻ്റെ സ്ട്രെങ്ത്ത് വെച്ചിട്ടാണ് ഫേർണിച്ചറിൻ്റെ ഡ്യൂറബിലിറ്റി അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 5 വർഷം ഞാൻ ഇറ്റലിയിൽ ട്രെയിനിങ്ങിന് പോയി ഞാൻ പാസ്സായിട്ടുള്ളതാണ്. വർക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള വുഡിൽ നമ്മൾ ഇറ്റലിയിൽ നിന്ന് കൊണ്ടിട്ടുള്ള എല്ലാ കളേഴ്സും മരം നമ്മൾ മിനുക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ വരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ട എല്ലാ മെറ്റീരിയലും എടുത്ത് ആദ്യം ഒരു മോക്കപ്പ് ചെയ്ത് വെക്കും. നമ്മളെല്ലാ സ്റ്റേജിലും നമുക്ക് അതിനകത്തൊരു പെർഫെക്ഷൻ ആക്കാൻ നമ്മൾ എവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഈവൻ കളർ മിക്സിങ്ങിലായാലും നമ്മൾ കളർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, കളർ പെർഫെക്റ്റ് ആണോ, വ്യത്യാസങ്ങളുണ്ടോ. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് മാത്രമേ പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കാറുള്ളൂ. ഇതെല്ലാം ഒത്തു വന്നാലേ നല്ലൊരു ഫേർണിച്ചർ ഉണ്ടാവുള്ളൂ. പെർഫെക്ഷനാണ് ഇവിടെ വേണ്ടത്. വർക്കിൽ പെർഫെക്ഷൻ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഡോറ് നമ്മൾ പ്രസ്സാക്കി ഒരു എന്തെങ്കിലും ഒരു ലൈനോ അത് എന്നാൽ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ എഡ്ജസുകൾ, അതിൻ്റെ കേർവ്സ്, കോർണേഴ്സ് എല്ലാം നമ്മൾ കാർപ്പൻട്രിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കും. അത് കാണുമ്പോൾ ഒരു ചെറിയ കേർവ് അല്ലേ എന്ന് ചിന്തിക്കുമ്പോഴും അതിൽ ഒരു കാർപ്പൻറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു കേർവിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വരണം. ഒരു അപ്പോൾസ്ട്രി വരുന്ന ആൾ ഫോമിങ്ങിൽ കേർവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ പോളിഷിങ്ങിൽ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഫൈനൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വാട്ടർ ബൂത്ത് എന്നുള്ളൊരു ബൂത്തിലാണ് ചെയ്യുന്നത്. ആ ബൂത്തിൽ എന്ന് വെച്ചാൽ എയർ ടൈറ്റായിട്ടുള്ള ബൂത്താണ്. അതിനകത്ത് നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്തൊരു ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഇതായതുകൊണ്ട്, സോൺ ആയതുകൊണ്ട് അതിനകത്ത് അതിൻ്റേതായ ക്വാളിറ്റി എല്ലാം എല്ലാ ഫേർണിച്ചേഴ്സിലും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. അത് നമ്മളുടെ ഫേർണിച്ചർ എക്സ്പീരിയൻസുകാർക്ക് പറയാൻ പറ്റും. എല്ലാവരും കാണുന്ന ഭംഗി ഒരു വ്യക്തി അയാളുടെ പാഷനിൽ നിന്നും അയാളുടെ കഴിവിൽ നിന്നും ഉണ്ടാക്കിയ സാധനമാണ് ഒരു ഫേർണിച്ചർ.